സംസ്ഥാനത്ത് വന്യജീവി ഭീതി ഒഴിയുന്നില്ല. പത്തനംതിട്ട കോന്നിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ എസ്റ്റേറ്റ് ഫീൽഡ് ഓഫീസർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ശശിധരൻ നായർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാട്ടാന ആക്രമണം മൂലം തൊഴിലാളികൾക്ക് ടാപ്പിംഗിന് പോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. പ്രവീൺ പുരുഷോത്തമന്റെ റിപ്പോർട്ട്. ഞാൻ ബൈക്ക് കൊണ്ട് വെക്കുക, എന്റെ കോട്ടേഴ്സിന്റെ അവിടെ ഞാൻ ബൈക്ക് കൊണ്ട് വെക്കാൻ കൊണ്ടൊന്നും പോയതാ. വീട്ടിൽ നിന്ന് വന്നവരാ. കയറിപ്പോ ഈ ആന മേലിൽ ചാടിയില്ല. ഇറങ്ങി വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ ബൈക്ക് നിർത്തി കഴിഞ്ഞാൽ ഇതിനെ നോക്കിയത് ഒരു ഒത്തിരി വളമുണ്ട്, അവിടെ നിർത്തി നോക്കി. സ്ഥിരം കാട്ടാന ആക്രമണം നടക്കുന്ന ഒരു ഇടമാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നി കല്ലലി ഭാഗങ്ങൾ. ഇന്ന് രാവിലെ കോന്നി എസ്റ്റേറ്റിലെ ഫീൽഡ് ഓഫീസർ വിദ്യാധരൻ നായർക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. കാട്ടാനയെ കണ്ട് അദ്ദേഹം ഭയന്ന് മാറിയപ്പോൾ വീണാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. ഇപ്പോൾ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായിട്ടുള്ള പ്രദേശവാസിയായിട്ടുള്ള റെജിയും ഒപ്പം തന്നെ എസ്റ്റേറ്റിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും നമ്മോടൊപ്പമുണ്ട്. എന്താ ശരിക്കും സംഭവിച്ചത്? രാവിലെ പുള്ളി എന്നും ശനിയാഴ്ച പോയിട്ട് വീട്ടിൽ പോകും. കലിഞ്ഞൂന്ന് വന്നവരും രാവിലെ ഒരു 6 മണിയായി കാണും. കോട്ടയിലിട്ട് കാണുന്നത് വലിയൊരു കൊമ്പന് നിരന്തരം ശല്യ മനുഷ്യനെ ഓടിച്ചുകൊണ്ടിരിക്കുക. ഒരു മോലയാനയുണ്ട്, ഏറ്റവും വലിയൊരു കൊമ്പനാനയുണ്ട്. വന്നു ആന വരുന്നു, കുത്താൻ വന്നതുകൊണ്ട് പുള്ളി അങ്ങോട്ട് മറിഞ്ഞതാണ്. ആന ബൈക്ക് കാലും കൊണ്ട് തട്ടി മാറ്റി ആന. അപ്പോഴത്തേക്ക് വിദ്യാസാർ ഇറങ്ങി ഓടി കൂട്ടത്തിൽ വീണ് കൈയുടെ മുട്ടും നല്ല പരിക്കുണ്ട്. ഒടിവോ ചതവോ ഏതാണ്ടുണ്ട്. ഉടനെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഉടനെ തന്നെ ഞാൻ ഓട്ടോയും കൊണ്ട് ചെന്ന് മുത്തൂറ്റി ഹോസ്പിറ്റലിൽ പത്തനംതിട്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ റിസൾട്ടൊന്നും ആയില്ല, ഡോക്ടർ പറയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ജീവനക്കാർക്ക് സ്ഥിരം ഒരു കാട്ടാനാക്രമണം നടക്കുന്നത് ഒരു ഭയമാണോ നിങ്ങൾക്ക്? അതെ, ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് ഇത് ഭയങ്കര ഒരു ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ എസ്റ്റേറ്റ് ജീവനക്കാരെ ടാപ്പിംഗ് ഫീൽഡിൽ നിന്ന് ഓടിക്കുക, അല്ലെങ്കിൽ ടാപ്പിംഗ് വരുന്ന വഴിക്ക് വെച്ച് ഓടിക്കുക. ഇന്നിപ്പോൾ കണ്ടില്ല, നമ്മുടെ ഫീൽഡ് ഓഫീസറിനെ ഓടിച്ച് പുള്ളിക്ക് ഇനിയിപ്പം പൊട്ടലുണ്ടോ എന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് വേണം നമുക്കറിയാൻ. അതുപോലെ നമ്മുടെ റബ്ബർ തൈക്കും ഭയങ്കര നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ ഫോറസ്റ്റിനോട് പല പ്രാവശ്യം പരാജയപ്പെട്ടിട്ടും അവരുടെ ഭാഗത്തൊന്നും ശക്തമായിട്ടുള്ള നടപടികളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കോന്നി എസ്റ്റേറ്റ് പ്രതിനിധി പ്രഭുവാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഏതായാലും വിദ്യാധരൻ നായരെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ പരിശോധിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.